ഹലോ ഗൈസ്, ദീപക് എസ് ജി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ സെക്കൻഡ് എപ്പിസോഡാണിത്. ഓക്കെ, ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ എടുത്തിരിക്കുന്നത് VEO, അതായത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ 2014 ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ നമ്മൾ ഒരു ക്വസ്റ്റ്യനും സ്കിപ്പ് അടിക്കാതെ തന്നെ പോകുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മൾ മാത്സ് കവർ ചെയ്യില്ല, കാരണം ഇത് കോമഡി സീരീസിൽ മാത്സ് ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ടാണ്. ഓക്കെ, സോ നമ്മൾ മാക്സിമം സ്പീഡിൽ പോകാൻ നോക്കാം, കാരണം അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്തി ആവും. സോ 30 മിനിറ്റ്സിനകത്ത് തന്നെ ഒതുക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ ആൻസർ കവർ ചെയ്ത് പോകുന്നത്. ഓക്കെ, ആൻഡ് ഈ ചാനൽ നിങ്ങൾ പുതുതായിട്ടാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഓക്കെ, സോ നമുക്ക് ഡിലേ ഇല്ലാതെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, പിൻ നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളതാണല്ലോ. സോ പോസ്റ്റ് ഇൻഡെക്സ് നമ്പറുകൾ ഇന്ത്യയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയ വർഷമേത്? ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. പോസ്റ്റ് ഇൻഡെക്സ് നമ്പറുകൾ ഇന്ത്യയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയ വർഷമേത്? സോ ഞാനത് എഴുതി വയ്ക്കുകയാണ്. പോസ്റ്റ് ഇൻഡെക്സ് നമ്പറുകൾ ഇന്ത്യയിൽ ഏത് വർഷം തൊട്ടാണ് ഉപയോഗിക്കാൻ തുടങ്ങിയത്? 1972. ഇതിൽ അങ്ങനെ കോഡും കോമഡിയൊന്നുമില്ല. 1972 ആണ്, ഓർത്ത് വയ്ക്കുക. അടുത്ത, ഇന്ത്യൻ പ്രസിഡൻറ്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആര്? ഇന്ത്യൻ പ്രസിഡൻറ്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആര്? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അത് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, റിപ്പീറ്റാണ്. ഇന്ത്യൻ പ്രസിഡന്റ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആണ്. ഓക്കെ, ചീഫ് ജസ്റ്റിസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഇൽമനൈറ്റിൻ്റെയും മോണോസൈറ്റിൻ്റെയും നിക്ഷേപം ഏറ്റവും കൂടുതലായി കാണുന്ന ജില്ല ഏത്? ഓക്കെ, ഇത് നമുക്ക് കോമഡിയിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. കേരളത്തിൽ ലഭിക്കുന്ന ഇൽമനൈറ്റിൻ്റെയും പിന്നെ എന്താണ്, മോണോസൈറ്റിൻ്റെയും നിക്ഷേപം ഏറ്റവും കൂടുതൽ ഏത് ജില്ലയിലെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇത് ഇംഗ്ലീഷ് നമ്മൾ എഴുതുമ്പോൾ ഇൽമനൈറ്റ്, ഇത് മോണോസൈറ്റ്. ഇതൊക്കെ നമ്മൾ പാറകളാണെന്ന് വിചാരിക്കുക. ഓക്കെ, പാറകൾ. സോ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ വഴി തിരുവനന്തപുരം ടു പോവുകയാണ്, കൊച്ചി പോകുമ്പോൾ പാറകൾ ഏറ്റവും കൂടുതൽ കൊച്ചി പാറകൾ ഏറ്റവും കൂടുതൽ കാണുന്ന എവിടെയാണ്? തിരുവനന്തപുരം ടു കൊച്ചി പോകുമ്പം ഫസ്റ്റ് മെയിൻ സ്റ്റോപ്പായ കൊല്ലത്താണ് ഞാൻ കാണുന്നത്. ഓക്കെ, കൊല്ലത്താണ് ഏറ്റവും കൂടുതൽ പാറകൾ കാണുന്നത്. സോ കൊല്ലമാണ് നമ്മുടെ ആൻസർ. സോ കേരളത്തിൽ ഇൽമനൈറ്റും മോണോസൈറ്റും നിക്ഷേപം ഏറ്റവും കൂടുതൽ കാണുന്ന ജില്ലയത് കൊല്ലം. ഓക്കെ, ആരും മറക്കല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അന്തരീക്ഷത്തിലെ താഴ്ന്ന വിതാനങ്ങളിൽ ചാരനിറത്തിലോ കറുപ്പ് നിറത്തിലോ കാണുന്ന മഴമേഘങ്ങളെ പറയുന്നത്? മഴമേഘം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലും ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. മഴമേഘങ്ങൾ വരുമ്പോൾ തന്നെ എന്ത് എഴുതും? നമ്മൾ റെയിൻ വാട്ടർ എന്ന് എഴുതുക. ഓക്കെ, റെയിൻ വാട്ടർ എന്ന് എഴുതുക. അപ്പോൾ റെയിൻ വാട്ടറിൽ ഞാൻ കുടിക്കുന്ന വാട്ടർ ഏതാണ്? നീമ്പൂ പാനിയാണ് ഞാൻ കുടിക്കുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിക്കുന്നു. അന്തരീക്ഷത്തിലെ താഴ്ന്ന വിതാനങ്ങളിൽ ചാരനിറത്തിലോ കറുപ്പ് നിറത്തിലോ കാണുന്ന മഴമേഘങ്ങളെ പറയുന്ന എന്ത്? നീംബസ് ക്ലൗഡ്സ്. ഓക്കെ, നീംബസ് ക്ലൗഡ്സ് ഒന്നുകിൽ ചാരനിറമായിരിക്കും, ചാരനിറത്തിലോ അല്ലെങ്കിൽ കറുപ്പ് നിറത്തിലോ. ചാരനിറം അല്ലെങ്കിൽ കറുപ്പ് നിറത്തിലാണ് കാണുന്നത്. ഓക്കെ, നിറം. ഓക്കെ, സോ അതും ക്ലിയറായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, 2014 പ്രഖ്യാപിച്ച മികച്ച ചലച്ചിത്രത്തിനുള്ള ഓസ്കാർ അവാർഡ്. 2014 പ്രഖ്യാപിച്ച മികച്ച ചലച്ചിത്രം, ബെസ്റ്റ് ഓസ്കാർ അവാർഡ് ഫോർ ബെസ്റ്റ് ഫിലിം. ഓക്കെ, ഇതൊന്നും ഇപ്പം ചോദിക്കാൻ ചാൻസ് ഇല്ല. ബെസ്റ്റ് ഫിലിമിൻ്റെ ഓസ്കാർ അവാർഡ് ഏത് ചിത്രത്തിനാണ് കിട്ടിയത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞ തന്നെയാണ്, 12 Years a Love, അതായത് 12 വർഷമായിട്ടുള്ള പ്രണയം. അല്ലെങ്കിൽ നമുക്ക് ഞാൻ കോമഡി മുഖേന പറഞ്ഞാൽ 12 years PSC. ചിലർ PSC പഠിക്കാൻ 12 വർഷം വരെ എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓർത്താലും മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യന് പോവാം. ഫത്തേപൂർ സിക്രി എന്ന തലസ്ഥാന നഗരം സൃഷ്ടിച്ച മുഗൾ ചക്രവർത്തി ആര്? ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയാം. ഫത്തേപൂർ സിക്രി എന്ന തലസ്ഥാന നഗരം സൃഷ്ടിച്ച മുഗൾ ചക്രവർത്തി ആര്? ഫത്തേപൂർ സിക്രി എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന മത്താപ്പൂ. നമ്മൾ ദീപാവലിക്ക് പൊട്ടിക്കുന്ന മത്താപ്പില്ല, ദീപാവലി മത്താപ്പാണ് ഓർമ്മ വരുന്നത്. മത്താപ്പ് കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിച്ചാൽ അക്ബർ. ഓക്കെ, അതങ്ങനെ തന്നെ ഓർത്തിരിക്കുക. മത്താപ്പ് വെച്ച് തുടങ്ങുന്ന ഒരു മുഗൾ ചക്രവർത്തി, ആരാണ്? അക്ബർ തന്നെയാണ് കൊണ്ടുവന്ന മത്താപ്പ്. അടുത്ത് കാറ്റുമായിട്ട് ബന്ധം ഒരു ക്വസ്റ്റ്യനാണ്. റോറിംഗ് ഫോർട്ടീസ്, ഫ്യൂറിയസ് 50s, സ്ക്രീമിംഗ് 60s. ഓക്കെ,
സ്ക്രീമിംഗ് 60s. നാവികർ ഈ രീതിയിൽ വിശേഷിപ്പിച്ചിട്ടുള്ള വാദങ്ങൾ ഏത്? അതായത് ഏത് വാദത്തിനെയാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്? എന്തൊക്കെയാണ്? റോറിങ്, അലറുന്ന 40s, ഫ്യൂറിയസ് 50s, സ്ക്രീമിംഗ് 60s. പശ്ചിമവാദമാണ് ആൻസർ. പശ്ചിമവാദം. അത് നിങ്ങൾ വെസ്റ്റ് ബംഗാൾ ഓർക്കില്ലേ? വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാൾ എന്ന് പറയുമ്പോൾ തന്നെ ഇത്രയും ഈ 3 വിശേഷണമുള്ള നാവികർ പറഞ്ഞത് വെസ്റ്റ് വിൻഡ് എന്ന് ഓർത്ത് വെച്ചാൽ പശ്ചിമവാദം. സിമ്പിൾ. അടുത്ത്, ഭൂമിയെ സംരക്ഷിക്കുന്ന ഓസോൺ പാളി അന്തരീക്ഷത്തിലെ ഏത് മണ്ഡലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഭൂമിയെ സംരക്ഷിക്കുന്ന ഓസോൺ പാളി ഞാൻ ഇങ്ങനെയാണ് നോക്കുന്നത്. ചില ആൾക്കാരുണ്ട് ഭയങ്കര ഓസാണ്. അതായത് ഓസാനായിട്ട് നടക്കുന്ന കുറച്ച് പേരുണ്ട്. സോ ഓസോൺ പാളി സ്ട്രാറ്റോസ്ഫിയർ ആണ് ആൻസർ. സ്ട്രാറ്റോസ്ഫിയർ. ഓക്കെ. അടുത്ത്, ഇറോം ഷാനു ശർമിള എന്ന മനുഷ്യാവകാശ പ്രവർത്തക പട്ടാളത്തിൻ്റെ പ്രത്യേക അധികാരത്തിനെതിരെ ഏത് സംസ്ഥാനത്തിലാണ് സമരം നടത്തിയത്? ആരാണ്? ഇറോം ഷാനു ശർമിള. ഓക്കെ. പട്ടാളത്തിനെതിരെ പട്ടാളത്തിൻ്റെ പ്രത്യേക ഒരു അധികാരത്തിനെതിരെ എതിർത്തു. ഏത് സംസ്ഥാനത്തിൽ നിന്നാണ് എതിർത്തതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ശർമിള സെൻറ്റ് യൂസ് ചെയ്യാറുണ്ട്, സ്പ്രേ. ഓക്കെ. നല്ല മണമുള്ള സ്പ്രേ ആണ് യൂസ് ചെയ്യണത്. മണമുള്ള സെൻറ്റ് യൂസ് ചെയ്യുന്ന വ്യക്തിയായിരുന്നു ശർമിള. സോ മണിപ്പൂരിൽ നിന്നാണ് ശർമിള വരുന്നത്. ഓക്കെ, അത് മറക്കരുത്. അടുത്ത്, ഐക്യരാഷ്ട്രസഭ കുട്ടികളുടെ അവകാശങ്ങൾ അംഗീകരിക്കുകയും കുട്ടികളുടെ അവകാശ പ്രഖ്യാപനം നടത്തുകയും ചെയ്ത വർഷം. കുട്ടികളുടെ അവകാശങ്ങൾ അംഗീകരിച്ചു നമ്മുടെ ഐക്യരാഷ്ട്രസഭ. ഓക്കെ. കുട്ടികളുടെ അവകാശം അംഗീകരിക്കുകയും കുട്ടികളുടെ അവകാശ പ്രഖ്യാപനം നടത്തുകയും ചെയ്തത് 1989 ആണ്. അത് ഓർത്ത് വയ്ക്കുക. കോഡൊന്നുമില്ല വേറെ. അടുത്ത്, മാർക്ക് സുക്കർബർഗ് താഴെ പറയുന്നതിൽ ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മാർക്ക് സുക്കർബർഗ് താഴെ പറയുന്നതിൽ ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫേസ്ബുക്ക്. നമുക്ക് എല്ലാവർക്കും അറിയാം. അടുത്ത്, ഇന്ദിര ആവാസ് യോജന എന്ന ഗ്രാമവികസന പദ്ധതി എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് ആരംഭിച്ചത്? ഇന്ദിര ആവാസ് യോജന. അപ്പം ആവാസ് കാണുമ്പോൾ തന്നെ നമ്മൾ ഓർക്കുക ഭവന നിർമ്മാണം. സോ ഇന്ദിര ആവാസ് യോജന ഏതാണ്? ഭവന നിർമ്മാണം. കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡിൽ ഈ തെരുവുകളിലെ ആളുകൾക്ക് വേണ്ടി ഒരു യോജന ഉണ്ടായിരുന്നല്ലോ, അത് വാൽമീകി അംബേദ്കർ യോജനയാണ്. ഓക്കെ. സോ ഈ വീട് നിർമ്മാണം എല്ലാം വരുന്ന യോജനയാണ്. അത് അന്തർദേശീയ ഓസോൺ ദിനം. അന്തർദേശീയ എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ഓസോൺ ദിനം എന്നാണ്. അന്തർദേശീയ ഓസോൺ ദിനം എന്നാണ്. ഈ ഓസോൺ ദിനം എന്നാണ് വരുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഓണം സമയം ഓർക്കുക. ഓണം ഓർക്കുക. ഓസോൺ ദിനം സെപ്റ്റംബർ 16 ഓക്കെ. സെപ്റ്റംബർ 16 ഓണം സമയത്താണ് നമ്മൾ പ്രകൃതിയെ കൂടുതൽ സ്നേഹിക്കുന്നത്. അതായത് വാഴയിലയൊക്കെ കാണാമല്ലോ, നമുക്ക് സദ്യ കഴിക്കാൻ വേണ്ടി വാഴയിലയൊക്കെ ആവശ്യം വരുന്ന സമയത്താണ്. വാഴയില ആവശ്യം വരുന്നത് സെപ്റ്റംബർ 16 അടുപ്പിച്ചാണ്. അതുപോലെ തന്നെ നാളികേരവും ആവശ്യം വരുന്ന സമയം ഓണസമയമാണ്. അത് സെപ്റ്റംബർ 2 നാളികേര ദിനം. സോ ഇത് രണ്ടും ലിങ്ക് ചെയ്ത് തന്നെ വെച്ചിരിക്കുക. ഓക്കെ. അടുത്ത്, സമ്പദ്ഘടനയിലെ ഏതു മേഖലയാണ് ഇൻഷുറൻസ് ഉൾപ്പെടുന്നത്? സമ്പദ്ഘടനയിലെ ഏതു മേഖലയിലാണ് ഇൻഷുറൻസ്? നമുക്കറിയാം ഇൻഷുറൻസുകാർ നമ്മുടെ പിറകന്ന് നടക്കും. അപ്പോൾ എന്തായാലും അവർ പ്രൈമറി സെക്ടറിലുള്ളവരല്ല, സെക്കൻഡറി സെക്ടറിലുള്ളതുമല്ല, ടെർഷറി സെക്ടറിലുള്ളവരാണ് അവർ. ഓക്കെ. അപ്പോൾ ഈ ടെർഷറി സെക്ടറിനെ മലയാളത്തിൽ പറയാനാണ് തൃതീയമാണ് ആൻസർ. അടുത്ത്, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ അതായത് ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. നേരത്തെ വീഡിയോയിൽ ഞാൻ ക്ലിയറായിട്ട് പറഞ്ഞിരുന്നു. ഈ എസ് എടുക്കുക. എസ്സോടേതും സോമണ്ണൻ എന്നൊന്നും എഴുതല്, സോംനാഥാണ്. അല്ലെ സോമനാഥല്ല, സോമനാഥാണ് ആൻസർ. സിമ്പിൾ. ഇത് കേരളത്തിലെ ആദ്യ സ്വകാര്യ കമ്പനിയായ നെടുങ്ങാണ്ടി ബാങ്ക് പിന്നീട് ഏത് ബാങ്കിലാണ് ലയിച്ചത്? ഏത് ബാങ്കാണ്? നെടുങ്ങാണ്ടി. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏതാണ്? നെടുങ്ങാണ്ടി ബാങ്കാണ്. ശരിക്കും എല്ലാവരും പിന്നീട് ഏത് ബാങ്കിലാണ് ലയിച്ചതെന്നാണ് ചോദിക്കുന്നത്. അപ്പം നെടുങ്ങാണ്ടി ബാങ്ക് എനിക്ക് കാണുമ്പോൾ നെടുങ്ങാണ്ടി സർബത്താണ് ഓർമ്മ വരുന്നത്. നെടുങ്ങാണ്ടി സർബത്ത് പഞ്ചാബുകാർക്ക്
നെടുങ്ങാണ്ടി സർബത്ത് പഞ്ചാബുകാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ കുറേ പഞ്ചാബികൾ വന്ന് കുടിക്കുന്ന കണ്ടിട്ടുണ്ട്. സോ ആൻസർ പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. കേരളത്തിലെ ഏത് ബാങ്ക് പറ്റാണ് നെടുങ്ങാണ്ടി ബാങ്ക് ജയിച്ചതെന്ന് ചോദിച്ചാൽ പഞ്ചാബ് നാഷണൽ ബാങ്ക്. അടുത്ത് ഇന്ത്യയിലെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര്? ഇന്ത്യയിലെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറഞ്ഞാൽ ചീഫ് ഇലക്ഷൻ ഓഫീസർ അല്ലെങ്കിൽ മെയിൻ ഇലക്ഷൻ കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ പണ്ടൊക്കെ സമ്പന്നർക്ക് മാത്രമേ വോട്ടവകാശം ഉള്ളൂമായിരുന്നു. അപ്പോൾ ആരായിരിക്കും ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ? VS സമ്പത്താണ്. ഓക്കെ. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ഏത്? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം ഏത്? ജനീവയാണ്. അതിൽ വേറെ കോമഡിയൊന്നുമില്ല, ജനീവ. വെർമി കൾച്ചർ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമുക്ക് ഓപ്ഷനൊന്നും വേണ്ട. വെർമി കൾച്ചർ മലയാളത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. വെർമി കൾച്ചർ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ട പഠനശാഖയാണ്? സോ വെർമി കൾച്ചർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വേം എന്ന് ഓർക്കുക. വേം എവിടെയാണ്? മണ്ണിലാണ് കാണുന്നത്. അപ്പം മണ്ണിരയാണ് ആൻസർ. മണ്ണിരയാണ്. വെർമി കൾച്ചർ താഴെ കൊടുത്തിരിക്കുന്നത് മണ്ണിരയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഭാരതരത്ന ലഭിച്ച CNR റാവു ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ഭാരതരത്ന സ്പോർട്സിൽ ലഭിച്ച സച്ചിൻ ടെണ്ടുൽക്കർ. ഭാരതരത്ന ലഭിച്ച CNR റാവു സയൻസുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്. അത് കോമഡിയൊന്നുമില്ല, ഓർത്ത് വയ്ക്കുക, സയൻസ്. അടുത്ത് ഇന്ത്യയുടെ പ്രഥമ ചൊവ്വ പര്യവേഷണ ദൗത്യമായ മംഗൽയാൻ. നമുക്കറിയാം ചൊവ്വയിലെ പര്യവേഷണ ദൗത്യത്തിന് അറിയപ്പെടുന്ന മംഗൽയാൻ. ഇംഗ്ലീഷിൽ എഴുതിയാൽ മംഗൽയാൻ. ഓക്കെ. ഇത് ഏത് കേന്ദ്രത്തിൽ നിന്നാണ് വിക്ഷേപിച്ചതെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് തുമ്പയെ അറിയാം, ശ്രീഹരിക്കോട്ട അറിയാം. മംഗല്യാൻ ഒരു വലിയ പേരാണ്. അതുപോലെ ശ്രീഹരിക്കോട്ട അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതാം ശ്രീഹരിക്കോട്ട. ഇതൊരു വലിയ പേരാണ്. അപ്പോൾ മംഗല്യാൻ വിക്ഷേപിച്ച ശ്രീഹരിക്കോട്ട എന്ന് ഓർത്ത് വയ്ക്കുക. രണ്ടും വലുതാണ്. അത് 2013 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ 2013 സാഹിത്യത്തിനുള്ള നൊബേൽ പ്രൈസ് നേടിയത് ആര്? ആലിസ് മൺറോ ആണ്. ഈ ക്വസ്റ്റ്യൻ ഇനി ചോദിക്കാൻ ചാൻസ് ഇല്ല. ആലിസ് മൺറോ ഓർത്ത് വെച്ചാൽ മതി. അത് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ ഏത് മണ്ണാണ്? നമുക്കെല്ലാവർക്കും കറുത്ത മണ്ണ്. ഏത് പേരിൽ അറിയപ്പെടുന്നു? വിജയ് ദേവരക്കൊണ്ടയുടെ ഒരു ഫാനാണ് ഞാൻ കേട്ടോ. അപ്പം വിജയ് ദേവരക്കൊണ്ടയുടെ ഒരു സിനിമ കാണാൻ പോയി, ലൈഗർ എന്ന് പറഞ്ഞൊരു സിനിമ. അതിൽ ലയനും ടൈഗറിനും ഉണ്ടായതാണ് ലൈഗർ. ഓക്കെ. സോ ലൈഗർ പോലെ കറുത്ത മണ്ണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമാണ്. ഏത് പേരിൽ അറിയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ റൈഗർ. ഓക്കെ, റിഗർ എന്നും നമുക്ക് പറയാം. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന വാതകം ഏതാണ്? ഓക്കെ, അന്തരീക്ഷത്തിൽ അതായത് അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന വാതകം ആൻസർ നൈട്രജനാണ്. നമ്മൾ പറയില്ലേ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന വാതകം തന്നെയാണ്. നീ ഓർത്താൽ മതി, നൈട്രജൻ. ഇനി ഇന്ത്യയുടെ 14ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആര്? ഇന്ത്യയുടെ 14th ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. ഓക്കെ, ഇതും ചോദിക്കാൻ ചാൻസ് കുറവാണ്. ഈ ധനം ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പണ്ട് റെഡ്ഡികളാണ് നടത്തുന്നത്. ഓക്കെ, റെഡ്ഡി. സോ ബി റെഡ്ഡിയാണ് ആൻസർ. ഇതും ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചതെന്ത്? നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്. ഓക്കെ, അപ്പം ഗാന്ധിജി സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്. അപ്പോൾ ഞാൻ പറയാം, ഗാന്ധിജി അഹിംസയുടെ ഒരാളായിരുന്നു. പക്ഷേ ഗാന്ധിജി ഈ അഹിംസപരമായിട്ടുള്ള ആശയങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഈ ആളുകൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് 22 പോലീസുകാരെ തട്ടി. ഓക്കെ, അപ്പോൾ പിന്നെ ഗാന്ധിജിക്ക് അഹിംസ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. സോ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചു. അത് ചൗരി ചൗരയിലെ പോലീസ് സ്റ്റേഷനാണ് 22 പോലീസുകാരെ ആൾക്കാർ കത്തിച്ചു കൊന്നത്. സോ ചൗരി ചൗര സംഭവത്തിന് ശേഷമാണ് സിവിൽ ഡിസൊബീഡിയൻസ് അല്ലെങ്കിൽ നിസ്സഹകരണ പ്രശ്നം പിൻവലിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കൃഷിയും ഗ്രാമവികസനവും പ്രധാന ലക്ഷ്യമാക്കി ഇന്ത്യയിൽ നബാർഡ് സ്ഥാപിതമായ വർഷം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നബാർഡ് എന്തിനാണ്
കൃഷിയും ഗ്രാമവികസനത്തിനും പ്രധാന ലക്ഷ്യമായിട്ടാണ് വന്നത്. അവാർഡ് 1982, മറക്കരുത് 1982. അടുത്ത് പീറ്റർ ഹിഗ്സ്. ഇംഗ്ലീഷിൽ തന്നെ ഇത് ആ വാക്ക് മലയാളത്തിൽ തന്നാലും ഏത് ശാസ്ത്ര മേഖലയുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞനാണ്? ഹിഗ്സ് കാണുമ്പോൾ എനിക്ക് ഹിസ്റ്ററിയാണ് ഓർമ്മ വരുന്നത്. പക്ഷേ ഇദ്ദേഹം ഹിസ്റ്ററിക്ക് എതിരെയായിരുന്നു. സോ സയൻസിലുള്ള ആളാണ്. അപ്പം ഭൗതിക ശാസ്ത്രത്തിലാണ് പീറ്റർ ഹിഗ്സ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ മാനക രേഖാംശം എത്രയാണെന്ന് ചോദിച്ചാൽ 82.3 FM എന്ന് ഓർത്താൽ 82.3 കിലോമീറ്റർ. ഓക്കെ, അടുത്ത് കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് സംസ്ഥാനമാണല്ലോ? ഒരു സാധനം വേസ്റ്റ് ചെയ്യില്ല, എല്ലാം യൂസ്ഫുള്ളായിട്ട് നിർമ്മിക്കുന്ന ഏത് സംസ്ഥാനമാണ്? എൻ്റെ അറിവിൽ തമിഴ്നാടാണ്. അപ്പം കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതും തമിഴ്നാട് തന്നെയാണ്. ഓക്കെ, അടുത്ത് കോർബ താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന ഇവിടെ കോർബ താപവൈദ്യുത നിലയം. മലയാളത്തിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, കോർബ താപവൈദ്യുതി നിലയം. ഇംഗ്ലീഷിൽ ഞാൻ കോർബ എന്നെഴുതി. അപ്പം ഇതെവിടെയായിരിക്കും സ്ഥിതി ചെയ്യുന്നത്? ഈ കോർബ എക്സ്പ്രസ് നിങ്ങൾ കയറിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കോർബ എക്സ്പ്രസ്സിൽ മൊത്തം ഛത്തീസ്ഗഡ് കാരന്മാരാണ്. സോ മൊത്തം ഛത്തീസ്ഗഡ് കാരന്മാരാണ് ഇതിൽ കയറിയിരിക്കുന്നത്. അപ്പം കോർബ താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്. ഓക്കെ, അടുത്ത് നോക്കാം. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് 1992 ആദ്യ ഭൗമ ഉച്ചകോടി നടന്ന സ്ഥലം. എന്നാൽ ഇവിടെയൊന്നുമല്ല. ഭൗമ എന്ന് പറഞ്ഞാൽ ഭൂമിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഉച്ചകോടിയാണ്. 1992 റിയോ ഡി ജനീറിയോയിലാണ് നടന്നത്. റിയോ ഡി ജനീറിയോ. ഓക്കെ, ഇനി സിലിഗുഡിൽ നടന്ന ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. സിലിഗുഡിൽ നടന്ന 68ാം സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ വിജയിച്ച ടീം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിജയിച്ച ടീം ഏതായിരിക്കും എന്ന് ചോദിച്ചാൽ മിസോറാമാണ് ആൻസർ. മിസോറാം. അത് ഇന്ത്യയിൽ ഏത് ധനകാര്യ സ്ഥാപനമാണ് വായ്പാ പണം പ്രധാനമായും നിയന്ത്രിക്കുന്നത്? അത് വായ്പാ പണം പ്രധാനമായിട്ട് നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. സിമ്പിൾ. ഇനി ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം. വിവരാവകാശ നിയമം ഇംഗ്ലീഷിൽ നമ്മൾ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ RTE ആക്ട് 2005 അതങ്ങനെ തന്നെ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആരായിരുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ഒരു കൃപയുള്ള ഒരാളായിരുന്നു. അതങ്ങനെ ഓർത്ത് വയ്ക്കുക. കൃപാലിനി ആണ് ആൻസർ. അടുത്ത് പാരദ്വീപ് തുറമുഖം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? അതായത് പാരദ്വീപ് തുറമുഖം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പാരദ്വീപിൽ പാരച്യൂട്ടുണ്ട്. അപ്പം പാരച്യൂട്ട് നമ്മൾ ഓടിയിട്ടാണ് ഇങ്ങനെ പൊങ്ങിപ്പോകുന്നത് അല്ലേ? പാരച്യൂട്ട് കണ്ടിട്ടില്ലേ? സോ ഒഡീഷയിലാണ് പാരദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത നിർഭയ പദ്ധതിയുടെ ലക്ഷ്യമെന്ത്? ലക്ഷ്യമെന്തെന്നാണ് ക്വസ്റ്റ്യൻ. നിർഭയ എന്ന് പറഞ്ഞാൽ ഭയമുണ്ട് ആ വാക്കിൽ തന്നെ. നിർഭയ പദ്ധതിയിൽ ഭയം എന്ന വാക്ക് കാണാം. സ്ത്രീ സുരക്ഷിതത്വമാണ് ആൻസർ. സ്ത്രീ സുരക്ഷിതത്വം. ഓക്കെ, അടുത്ത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എവിടെ? അതായത് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857 ആരംഭിച്ചത് എവിടെ? പണ്ട് ടീച്ചർ മാർക്ക് പറയുമ്പോൾ ഫസ്റ്റ് ടൈം ജീവിതത്തിൽ മാർക്ക് പറഞ്ഞപ്പോൾ മീറ്റ് മീ എന്ന് പേപ്പറിൽ എഴുതി വയ്ക്കും. ഓക്കെ, അതായത് ഫസ്റ്റ് ടൈം എക്സാമിന് മാർക്ക് പറഞ്ഞപ്പോഴാണ് ഈ മീറ്റ് മീ എഴുതി വയ്ക്കുന്നത്. മീറ്റ് മീ എന്നെ കാണുക. സോ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസും മീറ്റ് മീ പോലെ മീരറ്റിലാണ് സംഭവിച്ചത്. ഓക്കെ, അടുത്ത് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഇത് നല്ലൊരു ബുക്കാണ്. ഈ വാക്ക് അടിപൊളിയാണ്. സൈലൻറ്റ് സ്പ്രിംഗ്. നല്ല കുളിർമയുള്ള വാക്ക്. സൈലൻറ്റ് സ്പ്രിംഗ് എന്ന പുസ്തകം എഴുതിയത് ആര്? ഇത് പരിസ്ഥിതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബുക്കാണ്. ഓക്കെ, സൈലൻറ്റ് സ്പ്രിംഗ് എഴുതിയത് അങ്ങനെ തന്നെ ഓർത്ത് വയ്ക്കുക, റൈച്ചൽ കാൾസൺ ആണ്. ഓക്കെ, അടുത്ത് നിർവാത മേഖല ഡോൾഡ്രം എന്ന് വിളിക്കുന്ന ഏത് മർദ്ദമേഖലയാണ്? ഡോൾഡ്രം അല്ലെങ്കിൽ നിർവാത മേഖല അല്ലെങ്കിൽ ഡോൾഡ്രം എന്ന് വിളിക്കുന്ന ഏത് മർദ്ദമേഖലയാണ്?
അപ്പം നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ്, ന്യൂനമർദ്ദ മേഖല. ഓക്കെ, ഇതിന് കോഡൊന്നുമില്ല. നെക്സ്റ്റ്, ഷിപ്കില ചുരം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഷിപ്കില ചുരം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? അപ്പോൾ ഞാൻ എഴുതും ഷിപ്പ് കിലോ. സോ ഷിപ്പ് ഇല്ലാത്ത സ്ഥലമാണ്, കുറേ കിലോമീറ്റർ നടന്നു പോകാനുള്ള സ്ഥലമാണ്. എവിടെയായിരിക്കും? ഹിമാചൽ പ്രദേശ്. അവിടെ ഷിപ്പും ഇല്ല, കുറേ കിലോമീറ്റർ നടന്നും പോകണം. ഓക്കെ, സോ അതും സെറ്റ്. ഫൈൻഡ് ഔട്ട് വൺ വേർഡ് ഫോർ ദ ഫോളോയിങ്. സ്റ്റഡി ഓഫ് സ്കിൻ. ഇംഗ്ലീഷിലോട്ട് നമ്മൾ കടന്നിരിക്കുന്നു. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റഡി ഓഫ് സ്കിൻ. പണ്ട് താടി, നമ്മളെ ബിയർഡ് ചുരുക്കാനായിട്ട് ഡെർമാറോളർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഓക്കെ, സോ അത് ഞാൻ മേടിച്ചു. ഒരു ദിവസം യൂസ് ചെയ്തു, അപ്പം തന്നെ എനിക്ക് മതിയായി. കാരണം നമ്മുടെ സ്കിന്നിൽ അത് പിയേഴ്സ് ചെയ്ത് പോകുന്നുണ്ട്. സ്കിന്നിൽ പിയേഴ്സ് ചെയ്ത് പോയിട്ട് ഇങ്ങനെ താടി വരും. ഒരു തവണ ആണ് ഞാൻ യൂസ് ചെയ്തത്. ഓക്കെ, ഡെർമാറോളർ. കുറേ പേര് ഇപ്പം യൂസ് ചെയ്യുന്നവരുണ്ട് ഡെർമാറോളർ. സോ ഡെർമ എന്ന് പറയുമ്പോൾ തന്നെ സ്കിന്നാണ്. സ്റ്റഡി ഓഫ് സ്കിന്ന് ഡെർമറ്റോളജി. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത്, ചൂസ് ദ കോമ്പൗണ്ട് വേർഡ് ഫ്രം ദ വേർഡ്സ് ഗിവൻ ബിലോ. ടീച്ചർ, ക്ലാസ് റൂം, പുട്ട് ഓൺ, ആഡ്വർബ്. ക്ലാസ് റൂം മാത്രമേ ഉള്ളൂ ഇതിൽ കോമ്പൗണ്ട് വേർഡ്. അടുത്ത്, ഫൈൻഡ് ഔട്ട് ദ ഓഡ് വേർഡ് ഫ്രം ദ വേർഡ്സ് ഗിവൻ ബിലോ. ഗിഫ്റ്റഡ്, ലേൺഡ്, വ്രച്ച്ഡ്, സീഡ്. ഇതിൽ സീഡ് മാത്രമേ ഉള്ളൂ, ബാക്കി ഞാൻ ഇ ഡി ആയിട്ട് കൊടുത്ത്. സീഡ് ഒരു വാക്ക് തന്നെയാണ്, സോ സീഡാണ് ഓഡ് വൺ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ കറക്റ്റ് സ്പെൽറ്റ് വേർഡ്. കേണലിൻ്റെ സ്പെല്ലിംഗ് ചോദിച്ചാൽ COLONEL. ആരും മറക്കല്ല, കൊളോണൽ എന്നാണ് എഴുതേണ്ടത്. കേണൽ എന്ന് ചോദിച്ചാൽ COLONEL. ഇനി അടുത്ത്, വിച്ച് ഈസ് ദ കളക്റ്റീവ് നൗൺ. സ്ട്രെങ്ത്, സൈറ്റ്, ടീം, ടേബിൾ. സ്ട്രെങ്ത്, സൈറ്റ്, ടീം, ടേബിൾ. ടീം തന്നെയാണ് കളക്റ്റീവ് നൗൺ. ഗ്രൂപ്പ് ഓഫ് പ്ലെയേഴ്സ് ഉണ്ട് ടീമിൽ, സോ ടീമാണ് കളക്റ്റീവ് നൗൺ. Fill in the blanks with proper preposition. He pointed dash the tree. At the tree വരുള്ളൂ, കാരണം ട്രീ മുകളിലാണ്. He pointed at the tree വരും. അടുത്ത്, fill in the blanks with correct pronoun. I know the girl dash has stopped in the examination. What ഉണ്ട്, whose ഉണ്ട്, which ഉണ്ട്, who ഉണ്ട്. I know the girl who has stopped in the examination. ഓക്കെ, അതും അങ്ങനെ വരും. Fill in the blanks with suitable verb form. They dash to the market. ഗോസ് ഉണ്ട്, ഗോയിങ് ഉണ്ട്, ഗോൺ ഉണ്ട്, ഗോ ഉണ്ട്. ദേ ഡാഷ് ടു ദ മാർക്കറ്റ്. ദേ ഗോ ടു ദ മാർക്കറ്റ്. അതും സെറ്റ്. യൂസ് പ്രോപ്പർ ക്വസ്റ്റ്യൻ ടാഗ്. നൺ ഓഫ് അസ് ന്യൂ ദ വേ. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് വേണം, നമുക്ക് ഓപ്ഷൻ വേണ്ട. നൺ എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്, അപ്പോൾ ഇവിടെ പോസിറ്റീവ് വേണം. അതാണ് ക്വസ്റ്റ്യൻ ടാഗ്. ഇവിടെ പോസിറ്റീവ് വന്നാൽ ഇവിടെ നെഗറ്റീവ് വേണം. ഇവിടെ ഇപ്പോൾ നെഗറ്റീവ് തന്നെയാണ്. നൺ ഓഫ് അസ് ന്യൂ ദ വേ. സോ ഇവിടെ ഡിഡിൻ ബി അല്ല, ഡിഡ് ബി വന്നാൽ മതി. ഓക്കെ, അടുത്ത, യൂസ് സ്യൂട്ടബിൾ ഫോം ഓഫ് ദ വേർഡ്. ഹീ ടേൺഡ്. ക്വിക്ക് ഉണ്ട്, ക്വിക്കർ ഉണ്ട്, ക്വിക്കസ്റ്റ് ഉണ്ട്, ക്വിക്ക്ലി ഉണ്ട്. ഹീ ടേൺഡ് ക്വിക്ക്ലി ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ്, കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ് വിത്ത് സ്യൂട്ടബിൾ ഫോം ഓഫ് വേർബ് ഇൻ ദ ബ്രാക്കറ്റ്. ഇഫ് യു ഹാഡ് ടോൾഡ് മീ ഐ ഡാഷ് ഹെൽപ്പ് യു. ഹെൽപ്പാണ് കിടക്കണം ബ്രാക്കറ്റിൽ. ഏത് ഫോമാണ് യൂസ് ചെയ്യേണ്ടത്? ഇഫ് യു ഹാഡ് ടോൾഡ് മീ, ഹാഡ് നോട്ട് ചെയ്യുക. ഐ ഡാഷ് ഹെൽപ്പാണ് ബ്രാക്കറ്റിൽ കിടക്കുന്നത്. യു. ഐ വുഡ് ഹാവ് വരും. ഐ വുഡ് ഹാവ് ആണ് ഇവിടെ ഹാഡ് ഉള്ളതുകൊണ്ട് ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് യു വരും. ഓക്കെ, ഇനി അത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. രാജു സെഡ് ദാറ്റ് ദേ ഡാഷ് ദ ബാഗ്. വിൽ ബ്രിങ് ഉണ്ട്, വുഡ് ബ്രിങ് ഉണ്ട്, ബ്രിങ്സ് ഉണ്ട്. രാജു സെഡ് വരുന്നതുകൊണ്ട് വുഡേ വരൂ. സെഡ് ദാറ്റ് ദേ വുഡ് ബ്രിങ് ദ ബാഗ് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹി എയ്റ്റ് ആൻ ഓറഞ്ച്. ബിഗിൻ വിത്ത് ആൻ ഓറഞ്ച്. ക്വസ്റ്റ്യൻ ഇതാണ്. ഹി എയ്റ്റ് ആൻ ഓറഞ്ച്. ബിഗിൻ വിത്ത് ആൻ ഓറഞ്ച്. ഇതിൻ്റെ റിപ്പോർട്ടഡ് സ്പീച്ച് എഴുതാം. ആൻ ഓറഞ്ച് വാസ് ഈറ്റൺ ബൈ ഹിം എന്ന് വരും. സിമ്പിൾ. അടുത്ത്, എവറസ്റ്റ് ഇസ് ദ ഡാഷ് മൗണ്ടൻ പീക്ക് ഇൻ ദ വേൾഡ്. ഹൈ ഉണ്ട്, ഹയർ ഉണ്ട്, ഹയസ്റ്റ് ഉണ്ട്. എവറസ്റ്റ് ഇസ് ദ ഹയസ്റ്റ് മൗണ്ടൻ പീക്ക് ഇൻ ദ വേൾഡ്. യൂസ് സ്യൂട്ടബിൾ ഫോം ഓഫ് ദ വേർബ് ഇൻ ബ്രാക്കറ്റ്. ക്വസ്റ്റ്യൻ ഇതാണ്. ആൻ ഓണസ്റ്റ് മാൻ നെവർ ഡാഷ് ബ്രാക്കറ്റ് ടെല്ല് കിടക്കുന്ന ലൈസ്. ആൻ ഓണസ്റ്റ് മാൻ എന്താണ്? സിംഗുലർ നൗൺ ആണ്. ഓക്കെ, സിംഗുലർ നൗൺ. സോ ഇവിടെ എന്താണ് വരേണ്ടത്? സിംഗുലർ വെർബാണ് വരേണ്ടത്. നെവർ ടെൽസ് ലൈസ് ആണ് സിംഗുലർ വെർബ് ഇവിടുത്തെ. ഇനി പ്ലൂറൽ ഫോം ഓഫ് ലാർവയുടെ പ്ലൂറൽ ഫോം എന്താണ്? ഒരു ഈയും കൂടെ ഇട്ട് കൊടുത്താൽ മതി. ലാർവൈ.
അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ആൻറ്റോണിം ഓഫ് ദ അണ്ടർലൈൻ വേർഡ്. യുവർ ലഗേജ് ഇസ് ഹെവി വേറാസ് മൈനസ്. ആൻറ്റോണിം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് മീനിങ് ആണ്, ഓപ്പോസിറ്റ്. സോ യുവർ ലഗേജ് ഇസ് ഹെവി വേറാസ് മൈനസ് ഹെവിയുടെ ഓപ്പോസിറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഹെവിയുടെ ലൈറ്റ്. ഇനി ഫൈൻഡ് ദ സിനോണിം ഓഫ് ദ അണ്ടർലൈൻ വേർഡ്. ഗംഗ ഇസ് എ ഹോളി റിവർ. ഗംഗ ഇസ് എ ഹോളി റിവർ. അപ്പോൾ ഹോളിയുടെ സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത്. സിനോണിം എന്ന് പറഞ്ഞാൽ സെയിം മീനിങ് എന്നാണ് അർത്ഥം. സോ ഹോളിയുടെ സിനോണിം എന്ന് പറഞ്ഞാൽ സേക്രഡ് ആണ് ആൻസർ. സേക്രഡും ഹോളി ഒരേ മീനിങ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഫെമിനിൻ ജെൻഡർ ഓഫ് ഫോക്സ്. ഫോക്സിൻ്റെ ഫെമിനിൻ ജെൻഡർ വിക്സൻ ആണ്. വിക്സ് ഓർത്താൽ മതി, വിക്സൻ ആണ് ഫോക്സിൻ്റെ ഫെമിനിൻ ജെൻഡർ. നെക്സ്റ്റ്, മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നി ഈ ക്വസ്റ്റ്യൻ. ഈ ഫൈൻഡ് ഔട്ട് ദ ഫ്രേസ് സ്യൂട്ടബിൾ ടു ദ അണ്ടർലൈൻ വേർഡ്. ഐ കാൺട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹീ ഈസ് സേയിങ് എന്ന് പറയില്ലേ. സോ ഐ കാൺട്ട് അണ്ടർസ്റ്റാൻഡിന് പകരം ഐ കാൺട്ട് മേക്ക് ഔട്ട് എന്ന് പറയാം, മേക്ക് ഔട്ട്. ഇനി അടുത്ത മലയാളത്തിലേക്ക് കടക്കാം. പൂ ഇല്യൻ എന്ന പ്രസിദ്ധ കഥാപാത്രം ഏത് നോവലിലേതാണ്? പൂ ഇല്യൻ എന്ന പ്രസിദ്ധ കഥാപാത്രം ഏത് നോവലിലെയാണ്? പാവച്ചി എന്ന് തുടങ്ങുന്നത് ആൻസർ, പരിണാമം. അടുത്ത്, മലയാറ്റൂർ രാമകൃഷ്ണന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത നോവലേത്? മലയാറ്റൂർ രാമകൃഷ്ണന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത നോവൽ, ഞാൻ 10ൽ പഠിച്ചിട്ടുള്ള നോവൽ തന്നെയാണ്, വേരുകൾ. സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ നിന്നും നിയോജക പ്രകാരത്തിന് ഉദാഹരണം വരുന്നത് ഏത്? പ്രകാരത്തിന്. അപ്പോൾ എനിക്ക് നിയോജക പ്രകാരം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിലൊന്ന് പറഞ്ഞു തരിക. ഓക്കെ, ഓപ്ഷൻ തന്നിരിക്കുന്ന വരാം, വരണം, വരട്ടെ, വരുക. അപ്പം താഴെ പറയുന്നവയിൽ നിന്നും നിയോജക പ്രകാരത്തിന് ഉദാഹരണം വരട്ടെയാണ് ആൻസർ. ഓക്കെ, രൂപക സമാസത്തിന് യോജിക്കുന്ന കണ്ടെത്തുക. ഇതും എനിക്ക് അറിഞ്ഞുകൂടാ, മലയാളം ഇത്തിരി വീക്കാണേ, ഒന്ന് സഹായിക്കുക. രൂപക സമാസത്തിന് അതിൻ്റെ മീനിങ് എന്താണെന്ന് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയുക. രൂപക സമാസത്തിന് യോജിക്കുന്നത് കണ്ടെത്തുക. ഓക്കെ, രൂപക സമാസത്തിന് നീലാകാശമുണ്ട്, തീവണ്ടി, അടിമലറുണ്ട്, പിന്നെ പൊൻതോടയുണ്ട്. സോ രൂപക സമാസത്തിന് ഉദാഹരണത്തിൽ പറഞ്ഞിരിക്കുന്ന അടിമലറാണ്. ഓക്കെ, അടിമലർ. അടുത്ത്, ഡാഷ് പാട്ടുകാരനാണ് യേശുദാസ്. വിട്ട ഭാഗത്ത് പറയാവുന്ന ശരിയായ പദം പറയുക. അനുഗ്രഹീത, അങ്ങനെയൊക്കെ ഉണ്ട്. ഡാഷ് പാട്ടുകാരനാണ്. അനുഗ്രഹീത ഓർത്താൽ ഗൃഹീത. യേശുദാസിൻ്റെ പാട്ടൊക്കെ നമ്മൾ വീട്ടിൽ നിന്നല്ലേ, ഹൗസ് ഗൃഹത്തിൽ നിന്നല്ലേ കേൾക്കണം, ഗൃഹീത. അല്ലാതെ കേൾക്കുന്നവരുണ്ട്, എന്നാലും ഗൃഹത്തിൽ നിന്ന് റേഡിയോയിൽ കേൾക്കുന്നവർ കുറേ പേരുണ്ട്. ഓക്കെ, അടുത്ത്, പാമ്പ് എന്ന അർത്ഥം വരുന്ന പദം. പാമ്പ് എന്ന അർത്ഥം വരുന്ന എനിക്കറിയാം, വരാളം. മാറിപ്പോയി, വരാളമാണ് പാമ്പ്, വരാളം. ഇനി NV അനിൽകുമാർ. NV ഓർത്തില്ലെങ്കിൽ അനിൽകുമാർ ഓർക്കുക. അനിൽകുമാറിൻ്റെ ചരിത്രത്തിനൊപ്പം, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ചരിത്രത്തിനൊപ്പം നടന്ന ഒരാൾ എന്ന കൃതിയിൽ പരാമർശിക്കപ്പെടുന്ന മഹത് വ്യക്തിയായി EMS. അങ്ങനെ പഠിച്ചിട്ട് ചരിത്രത്തിനൊപ്പം നടന്ന ഒരാൾ എന്ന പുസ്തകം എഴുതിയ ആരാണ്? അനിൽകുമാർ. ആരെക്കുറിച്ചാണ്? EMS. അടുത്ത്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഏകലവ്യൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആര്? ഏകലവ്യൻ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന മോഹൻലാലിനെയാണ്. മോഹൻലാൽ ജയിലർ സിനിമയിൽ ഒരു ഏകലവ്യനെ പോലെ വരുന്ന ചെറിയ റോളാണെങ്കിലും നല്ല പവർഫുള്ളായിട്ടുള്ള റോളാണ്. ഓക്കെ, പവർഫുൾ. സോ ഏകലവ്യൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന അത് ആരെന്ന് ചോദിച്ചാൽ മോഹൻലാൽ പവർഫുള്ളായിട്ട് വരുന്ന ജയിലറിൽ ഒരു 10 മിനിറ്റേ ഉള്ളെങ്കിലും സൂപ്പറായിട്ടാണ് വരുന്നത്. ഓക്കെ, സോ മാത്യു. മോഹൻലാലിൽ അതിൽ പേരെന്താണെന്ന് ചോദിച്ചാൽ മാത്യു ആണ്. സോ KM മാത്യു ആണ് ആൻസർ. ഏകലവ്യൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന ആര്? മാത്യു ഓർക്കുക. പിന്നെ KM മാത്യു ആയിട്ട് പഠിച്ചു വയ്ക്കുക. സോ അത്രയേ ഉള്ളൂ. നമ്മളിന്ന് 100 ക്വസ്റ്റ്യൻസിൽ മാത്സ് വെച്ച് ബാക്കിയെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. സോ BEഡിൻ്റെ 2014 ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ചെയ്തത്. സോ നമ്മുടെ സെക്കൻഡ് വീഡിയോ ആണ്. ഈ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്ന്
കമൻറ്റ് സെക്ഷനിൽ പറയുക, എങ്കിലേ നമുക്ക് ഈ സീരീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. സോ യൂസ്ഫുൾ ആണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ബോക്സിൽ യൂസ്ഫുൾ ആണോ ഇല്ലയെന്നും കൂടെ പറയുക. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. താങ്ക് യു.